പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 4 മണി പലഹാരമാണ്. അതിനായിട്ട് ഒരല്പം സബോള ചതുരത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരല്പം അരിപ്പൊടി. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, കോൺഫ്ലവർ, സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്യാം. അധികം വെള്ളമില്ലാതെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കുഴച്ചെടുത്ത് ഉരുട്ടിയെടുക്കാൻ ചെറുതായിട്ട് ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു കുറവായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരല്പം എരിവോട് കൂടി ചെയ്തെടുക്കുന്ന പലഹാരമാണ്. അപ്പോൾ ഒരു നല്ല സ്പൈസി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും. ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. എണ്ണയിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കോരിയെടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിനൊപ്പം വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസിൽ മുക്കി ഇത് കഴിക്കാവുന്നതാണ്. എരിവുള്ള നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ എരിവ് അധികം ആവശ്യമില്ലെങ്കിൽ അതനുസരിച്ച് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഒരല്പം അരിപ്പൊടിയും സബോളയും ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്